പുറത്ത് പോയി കഴിഞ്ഞാൽ ജോലിയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ യൂഷ്വലി എല്ലാവരും ചൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ അവിടെ നമുക്ക് പാർട്ട് ടൈം സ്റ്റഡി, ജോബിൻ്റെ കൂടെ തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻകം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വിദേശത്താകുമ്പം ജോലി ചെയ്ത് കുറച്ച് പൈസയും കിട്ടും, ആ പൈസ വെച്ച് അവിടെ പഠിക്കുകയും ചെയ്യാം. പിന്നെ നാട്ടിൽ വിദേശത്താണെന്ന് വെളിയിൽ പറയുമ്പോൾ ഒരു വിലയുണ്ട്. ഇവിടുത്തെ കൾച്ചറിനോട് ഇണങ്ങി പോകാൻ പറ്റാത്തവർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പൈസ ഉള്ളവൻ അങ്ങ് ടോപ്പിലും ഇല്ലാത്ത അങ്ങ് താന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പോലും ഗ്യാരണ്ടി ഇല്ല. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. മേ ബി ഇവിടുത്തെ നമ്മുടെ സിറ്റുവേഷൻസ്, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ജോബ് ഓപ്പർച്യൂണിറ്റി ഭയങ്കര കുറവാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ ജോലിയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ പാർട്ട് ടൈം വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ ചെയ്യുന്നത് ആർക്കും അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ പുറത്ത് പോയി ചെയ്യാൻ എല്ലാവരും വില്ലിങ്ങാണ്. പേഴ്സണൽ ചോയ്സും ഉണ്ട്. പുറത്ത് പോയി പഠിക്കുക, അവിടുത്തെ കൾച്ചറുമായിട്ട് പോകാമെന്നുള്ളൊരു കാര്യം. ഇവിടുത്തെ കൾച്ചറിനോട് ഇണങ്ങി പോകാൻ പറ്റാത്തവർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. സോ മേ ബി അതുകൊണ്ടായിരിക്കാം. ന്യൂ ജനറേഷൻ അവരവരുടേതായ ഓരോ ചിന്താഗതികളാണല്ലോ. ഇപ്പോൾ അവർക്ക് പുറത്ത് പോയി പഠിക്കണം, അവിടുത്തെ കൾച്ചറുമായിട്ട് കുറച്ചുകൂടി ഇണങ്ങി പോകണം എന്നുള്ളത് കൊണ്ട് അതവരുടെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പോകുന്നതായിരിക്കാം. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണല്ലോ. പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ യൂഷ്വലി എല്ലാവരും ചൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ അവിടെ നമുക്ക് പാർട്ട് ടൈം സ്റ്റഡി, ജോബിൻ്റെ കൂടെ തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻകം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് പിള്ളേർ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും അവിടെ പോയി പഠിക്കുന്നത്. അപ്പം ആ ലോൺ അടച്ചു പോകാനുള്ളത് അവർ അവിടെ നിന്ന് ജോലിയിൽ നിന്നും നിന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മേ ബി അതായിരിക്കും റീസൺ. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇപ്പം മാറോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഒരുപാട് ആൾക്കാർ അവിടെ ചെന്ന് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ പോകുന്ന ആൾക്കാർക്കും ഇതുപോലെ ജോലിയൊന്നും അധികം പാർട്ട് ടൈം കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. പക്ഷെ പിന്നെ അത് ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. ഇപ്പോൾ അവരുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, അവിടെ ചെന്ന് അവർക്ക് സെറ്റിൽ ആവാം, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ബെറ്റർ. അവർക്ക് നല്ല ഒരു ലൈഫ് കിട്ടും. അല്ലാത്തത് എനിക്കറിയില്ല. പിന്നെ പേഴ്സണലി ഞാൻ പുറത്തു പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, കേരളം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇവിടെ നിൽക്കും. മക്കൾ 2 പെൺമക്കൾ പഠിക്കാണോ? ഒരാൾക്ക് ജോലിയായി, ഒരാൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കും. ജോലിയൊന്നും ആയില്ല. ഏതുവരെ പഠിച്ചു? MSc വരെ പഠിച്ചു. MSc വരെ പഠിച്ചു, എന്നിട്ടും ജോലിയായില്ല. PhD എഴുതിയിരിക്കുകയാണ്. ചുമ്മാ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. കാര്യങ്ങൾ നടക്കണില്ല. കാര്യങ്ങൾ വീട്ടിൽ പിന്നെ ചെറിയ ട്യൂഷനൊക്കെ ഉണ്ട്. അങ്ങനെ ചിലവിനുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിക്കും. വയസ്സ് 37 അപ്പൊ ഇവിടെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് ഈ എല്ലാവരും ഇങ്ങനെ വിദേശത്ത് വിടാനുള്ള ഒരു കാരണം? വിദേശത്താകുമ്പം ജോലി ചെയ്ത് കുറച്ച് പൈസയും കിട്ടും, ആ പൈസ വെച്ച് അവിടെ പഠിക്കുകയും ചെയ്യാം. പിന്നെ നാട്ടിൽ വിദേശത്താണെന്ന് വെളിയിൽ പറയുമ്പോൾ ഒരു വിലയുണ്ട്. ഇവിടെ നാട്ടിൽ ഉള്ളവർക്ക് ജോലിയില്ല. വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നല്ലേ പകുതി ശമ്പളത്തിലൂടെ ജോലി ചെയ്യണം. ബംഗാളികളും ആസാമികളും ഒറീസക്കാരൊക്കെ തന്നെ ഇവിടെ ജോലി ചെയ്യണം. അവർക്ക് പകുതി പൈസ മതി. ഇവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ ജോലി ചെയ്യാനും വയ്യ. അവർക്ക് വെളിയിൽ പോയി എന്ത് ജോലി വേണമെങ്കിൽ ചെയ്യും. 1.5 ദിവസം 2 ദിവസം ചെയ്യും. ആരും അറിയില്ലല്ലോ. അതിനുവേണ്ടിയാണ് എല്ലാവരും വെളിയിൽ പോകുന്നത്. ജോലി അപൂർവം, തലയിലെടുത്തുണ്ടെങ്കിൽ കിട്ടും. അത്രേ ഉള്ളൂ. 100-ൽ 1 കിട്ടും. അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കണം. രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ എവിടെയെങ്കിലേക്ക് കയറി പറ്റാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണല്ലോ, അവരെ ആളുകൾക്കല്ലേ കൊടുത്തിട്ടില്ലേ ബാക്കി തരുള്ളൂ. അപ്പോൾ അതിൽ പ്രവർത്തിക്കുക. പിൻഗാമികളെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ കിട്ടും. തലയിലെടുത്തുണ്ടെങ്കിൽ വിധിയുണ്ടെങ്കിൽ കിട്ടും. വിദേശത്ത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിദേശത്ത് പോകണത്. അവിടെ പോയി ജോലി ചെയ്യുക, പഠിക്കുക, എന്ത് ജോലിയാണോ ചെയ്യുക. അത്യാവശ്യത്തിന് ശമ്പളമുണ്ട്. അവിടെ പോയാൽ ഒരു ലൈഫ് സെറ്റിലാണ്. ആരെങ്കിലും ചോദിച്ചാലും പറയാം ഞാൻ ഓസ്ട്രേലിയയിലാണ്, കാനഡയിലാണ്, ഇംഗ്ലണ്ടിലാണ്. ഇവിടെ ഒന്ന് ഇന്ന പണിയെന്ന് പറഞ്ഞാൽ ഇന്ന പണിയാ. അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു മടുപ്പാ. കേരളം എന്ന് കേൾക്കുമ്പോഴേ ആളുകൾ ഓടാണ്. ജോലി, മെയിനായിട്ട് ജോലി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കയ്യിൽ വേണം, അല്ലെങ്കിൽ നല്ല ബിസിനസ്സുകാരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വിദേശത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു മീഡിയം റേഞ്ച് പണക്കാരാണ്, അല്ലെങ്കിൽ നല്ല ഭയങ്കരമായിട്ട് ഒരുവിധം അവിടെ താമസിക്കുന്ന എല്ലാ ഒരുവിധം പണക്കാരാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൈസ ഉള്ളവൻ അങ്ങ് ടോപ്പിലും ഇല്ലാത്ത അങ്ങ് താന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ടുള്ള വിഷയമൊക്കെയാണ്. എല്ലാവർക്കും പുറത്തു പോകാനാണ് താല്പര്യം. ഒന്നാമത്തെ വിഷയം ഇവിടുത്തെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ എല്ലാവരും പുറത്തു പോകാൻ പഠിക്കാനാണ് താല്പര്യം. ഇപ്പം എൻ്റെ കുട്ടികൾക്കാണെങ്കിലും പുറത്തു പോകാനാണ് താല്പര്യം. എത്ര മക്കളുണ്ട്? എൻ്റെ മോളെ നീറ്റിനാണ്, MBBS 2ാം വർഷമാണ്. മോനിപ്പം +1 ആണ്. അത് ശരി. അവന് താല്പര്യം എന്ന് പറയുന്നത് പുറത്തു പോകാനാണ്. അതെന്തുകൊണ്ടായിരിക്കാം? ഇവിടുത്തെ വർക്കിൽ ജോബില്ല ഇവിടെ. ഇവിടെ പഠിക്കുന്നവർ എത്ര ഇത് പഠിച്ചു കഴിഞ്ഞാലും
ഇപ്പോൾ കൂലിവേല ചെയ്യുന്നവരും ഡിഗ്രി എടുത്തവരാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പോലും ഗ്യാരണ്ടി ഇല്ല.